ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അഗതികളുടെ സഹോദരികളെന്ന സന്യാസ സഭയുടെ സ്ഥാപകനായ ധന്യൻ ബഹുമാനപ്പെട്ട വർഗീസ് പയ്യപ്പള്ളി അച്ഛൻ്റെ ചരമവാർഷികം ഒക്ടോബർ 5-ാം തീയതി നാം ആചരിക്കുകയാണല്ലോ. അദ്ദേഹത്തിലൂടെ ഈ സന്യാസ സഭയ്ക്കും നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള ദൈവാനുഗ്രഹങ്ങളെ ഓർക്കാനും ദൈവത്തിന് നന്ദി പറയാനും ഈ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താം. ധന്യനായ ബഹുമാനപ്പെട്ട ഈ വൈദികൻ വിശുദ്ധനായി വേഗം പ്രഖ്യാപിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു വിശുദ്ധനിൽ വിളങ്ങുന്ന ചൈതന്യം എന്താണെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തിയിരുന്ന സ്കൂളിലാണ് അദ്ദേഹം കുട്ടിക്കാലത്ത് പഠിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം അവരെ ഓർക്കുമ്പോൾ അവരെപ്പറ്റി തൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ്. അതൊരു സാക്ഷ്യപ്പെടുത്തലാണ്. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഇൻ ദം ദി മോസ്റ്റ് വിസിബിൾ വാസ് ദി ഇൻവിസിബിൾ. അതായത് അവരിൽ, ആ മിഷണറിമാരിൽ ഏറ്റവും ദൃശ്യമായിരുന്നത് അദൃശ്യനായവനാണ്. അവരുടെ സംസാരവും പെരുമാറ്റവും എല്ലാം അദൃശ്യനായ ദൈവത്തിൻ്റെ സ്നേഹസാന്നിധ്യം വെളിപ്പെടുത്തുന്ന ഒന്നായിരുന്നു എന്ന് ചുരുക്കം. ബഹുമാനപ്പെട്ട വർഗീസ് പയ്യപ്പള്ളച്ചനെ പറ്റി ഇത് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഏറ്റവും യോജിച്ചതായിരിക്കും. ഇൻ ഹിം ദി മോസ്റ്റ് വിസിബിൾ വാസ് ദി ഇൻവിസിബിൾ. ബഹുമാനപ്പെട്ട പയ്യപ്പള്ളി അച്ഛൻ്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും വിശുദ്ധമായൊരു ജീവിതമായിരുന്നു അതെന്ന്. ദൈവപ്രമാണങ്ങളുടെ സംഗ്രഹമായ, എല്ലാറ്റിലുപരിയായി ദൈവത്തെ സ്നേഹിക്കുക, തന്നെ പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുന്ന എന്നത് അദ്ദേഹത്തിൽ യാഥാർത്ഥ്യമായിരുന്നു. സ്നേഹത്തിൻ്റെ സ്രോതസ്സായ വിശുദ്ധ കുർബാനയിൽ നിന്നും ചൈതന്യം ഉൾക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ആ ജീവിതം തന്നെ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായിരുന്നു. സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ പുത്രൻ ഈശോ മിശിഹായുടെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും നിറവായ അമൂല്യ നിധിയാണ് വിശുദ്ധ കുർബാന എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. വിശുദ്ധ കുർബാനയിൽ യേശുവിനെ കാണുകയും അനുഭവിക്കുകയും ചെയ്തതിന് ശേഷം ദരിദ്രരിൽ, അഗതികളിൽ അവനെ കാണുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് ആത്മനിർവൃതി നൽകിയിരുന്നു. അൾത്താരയിലെ ബലിയുടെ പൂർത്തീകരണമായിരുന്നു മറ്റുള്ളവരെ ശുശ്രൂഷിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത ബലി. ഈ അനുഭവം മറ്റുള്ളവർക്കും ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അഗതികളുടെ സഹോദരികളെന്ന സന്യാസ സഭ അദ്ദേഹം സ്ഥാപിച്ചത് ഈ ലക്ഷ്യത്തോടു കൂടിയാണ്. ചുണങ്ങംവേലിയിൽ മഠം ആരംഭിച്ചിട്ട് ഉടനെ അവിടെ ഒരു മുറിയിൽ വിശുദ്ധ കുർബാന സൂക്ഷിക്കാനും അവിടെ ആരാധന നടത്താനും അദ്ദേഹം അന്നത്തെ മെത്രാപ്പോലിത്തയായിരുന്ന മാർ കണ്ടത്തിൽ പിതാവിൽ നിന്നും അനുവാദം വാങ്ങി. വിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുന്നില്ലെങ്കിൽ സന്യാസ ജീവിതം അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർമ്മപ്പെടുത്തിയിരുന്നു. മറ്റുള്ളവരിൽ യേശുവിനെ ദർശിക്കാനും അവരെ ശുശ്രൂഷിക്കാനും അദ്ദേഹം അവരെ പഠിപ്പിച്ചിരുന്നു. കടമക്കുടിയിൽ അദ്ദേഹം വികാരിയായിരുന്നപ്പോൾ ജനങ്ങൾ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കണമെന്ന് ഉപദേശിച്ചിരുന്നു. ഞായറാഴ്ചകളിൽ ഒരു കാരണവശാലും കുർബാന മുടക്കരുതെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. എങ്കിലും ഇതെല്ലാം വകവയ്ക്കാതെ ചില ആളുകൾ ഞായറാഴ്ച പോലും കുർബാന മുടക്കിക്കൊണ്ട് മീൻ പിടിക്കാൻ പോകുമായിരുന്നു. അദ്ദേഹം ഇതറിഞ്ഞപ്പോൾ അവരെ നേരിൽ ചെന്ന് കണ്ട് അവരോട് ചോദിച്ചു, ഒരു ദിവസം മീൻപിടുത്തത്തിൽ നിന്നും അവർക്ക് എന്ത് വരുമാനമുണ്ടാകുമെന്ന്. അവർ പറഞ്ഞു 4 അണ. അദ്ദേഹം അവർക്ക് ഓരോരുത്തർക്ക് 4 അണ വീതം കൊടുത്തിട്ട് പറഞ്ഞു, ഞായറാഴ്ച കുർബാന മുടക്കരുത്. ഇതവരുടെ ഹൃദയങ്ങളെ ആഴമായി സ്പർശിച്ചു. അദ്ദേഹത്തിൻ്റെ പിതൃസ്നേഹം അവർ മനസ്സിലാക്കി. പിന്നീട് ഒരിക്കലും അവർ ഞായറാഴ്ച കുർബാന മുടക്കിയില്ല. ആലുവായിൽ സ്കൂൾ മാനേജറായിരുന്നപ്പോൾ ദുർഘടമായ വഴികളിലൂടെ യാത്ര ചെയ്ത് ബുദ്ധിമുട്ടി ചുണങ്ങംവേലിയിലെത്തി അദ്ദേഹം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടി കുർബാന അർപ്പിച്ചിരുന്നു. ഞായറാഴ്ചകളിൽ റെയിൽവേ തൊഴിലാളികൾക്ക് വേണ്ടി കുർബാന അർപ്പിക്കാൻ ദീർഘയാത്ര ചെയ്ത് ഷൊർണൂർക്ക് പോകുമായിരുന്നു. കുർബാനയോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തിയും
അതിനോടുള്ള താല്പര്യവും വ്യക്തമാക്കുന്നതാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയും. നിരാലംബർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാനും അവരെ ശുശ്രൂഷിക്കാനും തങ്ങൾക്ക് പ്രചോദനം ലഭിച്ചത് ബഹുമാനപ്പെട്ട പയ്യപ്പള്ളി അച്ഛൻ്റെ ഭക്തിനിർഭരമായ കുർബാനയിൽ നിന്നും പരസ്നേഹത്തിലൂന്നിയ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിൽ നിന്നുമാണെന്ന് ഈ സന്യാസ സഭയിലെ ആദ്യകാല സന്യാസിനികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ദിവ്യകാരുണ്യമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദനവും ശക്തിയും നൽകുന്നതെന്ന് കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഓർക്കാം. പ്രസിദ്ധ ജീവകാരുണ്യ പ്രവർത്തകയായ ഇന്നും ജീവിക്കുന്ന ദയാബായി ഒരിക്കൽ ദൈവശാസ്ത്ര വിദ്യാർത്ഥികളോട് പ്രസംഗമധ്യേ പറഞ്ഞു, വേദനിക്കുന്നവരിൽ ക്രിസ്തുവിനെ കാണാതെ അൾത്താരയിലെ അലങ്കാരങ്ങളിലും തെരുവീഥികളിലെ ആഘോഷങ്ങളിലും അവനെ കാണാൻ ശ്രമിക്കുന്നത് അർത്ഥശൂന്യമാണെന്ന്. നമ്മുടെ ദിവ്യകാരുണ്യ ഭക്തി സ്നേഹശൂന്യമായ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെയായി പോകുന്നില്ലേ എന്ന് നമ്മൾ സ്വയം ചോദിക്കണം. ദിവ്യകാരുണ്യത്തിൽ നിന്നും ചൈതന്യം ഉൾക്കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്ന ധന്യൻ ബഹുമാനപ്പെട്ട വർഗീസ് പയ്യപ്പള്ളിയച്ഛൻ്റെ ജീവിത മാതൃക നമുക്കെല്ലാവർക്കും പ്രചോദനമാകട്ടെ. Sister Michael, we heard that our founder, Venerable Father Varghese Payyapalli, had deep devotion to the Holy Eucharist. Could you please explain for us more? I too have heard that he had great devotion to the Holy Eucharist. I'll tell you now an incident. Mary, today is Sunday now. We should go for Holy Mass. Our new parish priest told us to come for Holy Mass every Sunday. Yes, it is good to go, but we have a problem. What happened? Look, we have nothing to eat. If you don't go for fishing, our children will be starving. Let me ask Lonan whether he has some money to give us. Lonan, could you give to me 10 rupees? Why? What happened, Toma? See, we have nothing to eat. I want to buy something to my children. The same condition is mine, Toma. How can I give you? Let's go for fishing. Let's also call Matthew and John. Matthew, John, we are going for fishing. Are you coming? Yes, we are also coming for fishing. Our new parish priest, Father Varghese, had come to our home yesterday. He is a very good priest. He told us to come for Holy Mass every Sunday. Today is Sunday, no? If he sees us, he may scold us, I think. He came to our house also, and he told all of us to come for the Holy Mass. He is such a gentleman. I think he will not scold us. He will understand our difficulties. Look, he is coming towards us. What shall we tell him? Praise be to Jesus Christ, Father. Forever and ever. Brothers, where are you going? Today is Sunday, no? Are you not coming for Holy Mass? Father, if we don't go for fishing, our children will be starving. I understand. No need of starving. We shall find a way out. Now you come for Holy Mass. I shall give you a day's wage. Come, let's go for Holy Mass. What shall we do? Shall we go? Those fishermen were very happy that Pellican understood their problem and helped them, giving money from his own pocket. From that day on, they never missed Sunday Mass. It was a joy for them to attend his Holy Mass that was offered with great devotion. They felt that a saint was celebrating Holy Mass for them. This was the opinion also of
the students of St. Mary's High School. Many of his students became priests, inspired by the saintly life of our Vendichar. In the name of the Father, and of the Son, and of the Holy Spirit. Amen. The Holy Eucharist was at the center of the life and activities of our beloved Venerable Father Varghese Payapalli. His faith and devotion to the Holy Eucharist was very well expressed through the reverence he showed when celebrating the Holy Mass. People used to say, once, if he chanced to attend his Mass, he would surely long to attend it again. The pioneer members of SD also attest that his Eucharistic celebration was of special spiritual fervor. On Sundays, he traveled 8 hours to and fro to Shornur to celebrate Mass with the railway employees. He tried to instill this Eucharistic devotion into others, especially his parishioners, students, teachers, and sisters. Now, let us pray that we may also get this spiritual favor. Most adorable Lord, we wholeheartedly thank you for giving Venerable Father Varghese as our father and model. As he had deep devotion to the Holy Eucharist, we also would like to improve our devotion to the Holy Eucharist, the source of all graces and blessings. Help us to draw strength from the Eucharist for our apostolic activities. Help us to recognize you in the poor and sick and serve them as he taught us. We make this prayer through the intercession of Venerable Father Varghese Payapalli. Amen.